നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൽ ജൂൺ 7-8 തീയതികളിലായി 9 ഹൈമാസ്റ്റ് വിളക്കുകളുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മാടക്കത്ര കൃഷിഭവൻ കേര സംരക്ഷണ സേനാ പ്രവർത്തനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടി കൌൺസിൽ യോഗം പിരിച്ചുവിടുന്ന മേയറുടെ നടപടിയിൽ പ്രതിപക്ഷ പ്രതിഷേധം. നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാതെ കൌൺസിൽ യോഗങ്ങൾ കോൺഗ്രസ് തടസ്സപ്പെടുത്തുകയാണെന്ന് മേയർ. CPI AYF പ്രവർത്തകർ മാന്നാമംഗലം റോഡിലെ വഴിയോരത്തെ കാടുകൾ നീക്കം ചെയ്തു. വരന്തരപ്പിള്ളിയിൽ യുവതിയെ കഴുത്തിൽ ചരടുമുറുക്കി കൊലപ്പെടുത്തിയ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മാടക്കത്ര പഞ്ചായത്ത് 14-ാം വാർഡ് വെള്ളാനശ്ശേരി മിനിമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ജൂൺ 7-8 തീയതികളിലായി 9 ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞതായും മലങ്കര കത്തോലിക്ക പള്ളി, കട്ടിളപ്പൂവം, മരോട്ടിച്ചാൽ, മേപ്പാടം, ആനാട്ടുകുളം, കച്ചിത്തോട്, അക്കരപ്പുറം, വെള്ളാനശ്ശേരി, കശുമാവ് റോഡ് എന്നിങ്ങനെ 9 സ്ഥലങ്ങളിൽ റവന്യൂ മന്ത്രി കെ രാജനാണ് ഹൈമാസ്റ്റ് വിളക്കുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് പറഞ്ഞു. സണ്ണി ചെന്നിക്കര സ്വാഗതം പറഞ്ഞു. ഓരോ സ്ഥലങ്ങളിലും അതത് പഞ്ചായത്ത് അംഗങ്ങൾ ചടങ്ങിൽ നന്ദി പറഞ്ഞു. പരിപാടിയാണ് ഇട്ടത്. പിന്നെ ഒരു പരിപാടി കൂടി അതായത് ആദ്യത്തെ പരിപാടി. അപ്പോൾ കച്ചിത്തോടുന്ന് അങ്ങ് പിടിക്കുമ്പോൾ ഉണ്ടായൊരു ചെറിയ വൈകലാണ്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം സ്ഥലമായതുകൊണ്ട് 10 മിനിറ്റ് വൈകിയാലും എല്ലാവരോടും പറയാവുന്നതേ ഉള്ളൂ എന്ന് കരുതി ആദ്യമുള്ള സ്ഥലങ്ങളിൽ അങ്ങ് പിടിച്ചാണ്. ഞാൻ സണ്ണി സ്വാഗതം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരം എന്നൊരു വരിയൊക്കെ ഉണ്ടായി. പഞ്ചായത്ത് മെമ്പർക്ക് ആവശ്യമില്ലാത്തവരുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പം അടങ്ങി നിൽക്കുന്നത് 3 പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് അടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലടത്തേക്കുള്ള റോഡ് നടക്കുന്നുണ്ട്, നമ്മുടെ ഗ്രൗണ്ട് നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ പഞ്ചായത്തിനകത്ത് എല്ലാ മേഖലയിലും സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു വികസന സാധ്യത നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് നമ്മുടെ സന്തോഷം. ഇതിനകത്ത് നമ്മളെല്ലാവരും നന്നാവുക, നാട് നന്നാവുക എന്നതിനേക്കാൾ കവിഞ്ഞ് കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ നമ്മൾ ഏതോ ഒരു പോയിന്റ് ചെന്നപ്പോൾ നമുക്ക് വൈകുന്നേരം ലൈറ്റ് ഓൺ ചെയ്യാൻ അപ്പോട്ടനെ ഏൽപ്പിക്കല്ലേ. രാവിലെ ആണെങ്കിൽ അപ്പോട്ടൻ 10 ഇട്ട് വന്നിട്ട് അത് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ ഒരു അപ്പോട്ടം വേണ്ട. അത് തന്നെ ഓണാവും, തന്നെ ഓഫാവും. സമയം മാത്രമേ നോക്കേണ്ടത് കാര്യമുള്ളൂ. അതിൻ്റെ വാച്ചിൽ 6 മണിയായാൽ അത് ഓണാവും, അതിൻ്റെ വാച്ചിൽ 6 മണിയായാൽ അത് ഓഫാവും. അതിന് പ്രത്യേകിച്ച് ഒരു പ്രയാസവും വേണ്ട. മാത്രമല്ല 3 വർഷക്കാലത്തേക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ഗ്യാരണ്ടി ഈ കമ്പനി തന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ തോന്നുന്നു, ഞാൻ പറഞ്ഞു, കാണഞ്ചേരിയിലെ അമ്പലത്തിൻ്റെ വഴിയിൽ രാജപേട്ടൻ്റെ വീട്ടിലേക്ക് കിടക്കുന്ന വഴിയിൽ പണ്ട് ഞാനൊരു ഹൈമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഏതാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആവാറുള്ള സമയമായി. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കേര സംരക്ഷണ സേനാ പ്രവർത്തന ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷം വഹിച്ചു. തേങ്ങ ഇടൽ, തെങ്ങിന്റെ മണ്ട ക്ലീനിംഗ്, തെങ്ങിന് വളം നൽകൽ, തേങ്ങ പൊതിക്കൽ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നതിനാണ് കേര സംരക്ഷണ സേന രൂപീകരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ബിനോയ് പറമ്പത്ത് തുടങ്ങിയവരും സംസാരിച്ചു. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടി പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ നേരിടാതെ കൌൺസിൽ പിരിച്ചുവിടുന്ന മേയറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂർ കോർപ്പറേഷൻ BJP കൌൺസിലർമാർ കോർപ്പറേഷൻ മേയറുടെ ഓഫീസിന് മുൻപിൽ ഉപരോധ സമരം നടത്തി. കോർപ്പറേഷൻ BJP പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാച്ചേരിയുടെ നേതൃത്വത്തിൽ കൌൺസിലർമാരായ ഡോക്ടർ V ആതിര, പൂർണിമ സുരേഷ്, N പ്രസാദ്, നിജി KG, രാധിക NV തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സമരത്തിന് പിന്തുണയുമായി BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, BJP വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ സമരത്തിന് പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. പ്രഥമ ഭാരത അലംബാവരത്ന പുരസ്കാരം നഗരപിതാവെന്ന നിലയിൽ മേയർക്ക് നൽകുവാൻ തീരുമാനിച്ചതായി സമാന്തര കൌൺസിലിൽ പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ പ്രഖ്യാപിച്ചു.
മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ കോൺഗ്രസ് കൌൺസിലർമാരുടെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് മനസ്സിലാക്കി മേയറും CPM നേതാക്കളും മുൻ കൌൺസിലിനെ വ്യത്യാസമായി പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനെ സംസാരിക്കുവാൻ അനുവദിക്കാതെ ഭരണപക്ഷത്തെ കൌൺസിലർമാരെ സംസാരിക്കുവാൻ വിളിച്ചത് കൌൺസിലിന്റെ തുടക്കത്തിൽ തന്നെ വലിയ ബഹളത്തിൽ കലാശിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ മേയറുടെ ഇരിപ്പിടം വളഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ അജണ്ട പേപ്പർ കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. 1 മണിക്കൂറോളം പ്രതിഷേധത്തിനൊടുവിൽ മേയർ ബെല്ലടിച്ച് കൌൺസിൽ പിരിച്ചുവിട്ടു. തുടർന്ന് കോൺഗ്രസ് കൌൺസിലർമാർ കൌൺസിൽ ഹാളിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സമാന്തര കൌൺസിൽ ചേർന്നു. ഇരുമ്പ് മേൽക്കൂര MO റോഡിൽ നിലംപതിച്ച സംഭവത്തിൽ ബന്ധപ്പെട്ടവർക്ക് നേരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും 271 അപകടത്തിലുള്ള കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. കുറ്റക്കാരനായ മേയർ രാജിവെക്കുക, നിയമപ്രകാരമായ നടപടികൾ വീഴ്ചവരുത്തിയ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാൻ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുക, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക, ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരിൽ ക്രിമിനൽ കേസ് കൊടുക്കുക എന്നീ ആവശ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അലംഭാവം കാണിച്ച കാര്യങ്ങളിൽ ചിലത്: 1. 1 മാസമായിട്ടും കോർപ്പറേഷൻ വക കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിലുള്ള മേൽക്കൂര അഴിച്ചുമാറ്റാതെ MO റോഡിൽ നിലംപതിച്ച സംഭവം. 2. 271 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലുണ്ടെന്ന് കൃത്യമായ റിപ്പോർട്ടുണ്ടായിട്ടും യാതൊരു നടപടികളും മേയർ സ്വീകരിച്ചില്ല. 3. 1 കോടി രൂപ ചെലവ് ചെയ്ത് കോർപ്പറേഷൻ കോമ്പൗണ്ടിൽ സ്ഥാപിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം പകർന്ന സംഭവം. 4. 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ദേശീയ പതാകയില്ലാത്ത കൊടിമരം. 5. ലേണിംഗ് സിറ്റി കോർപ്പറേഷന്റെ മുന്നിലെ ഓപ്പൺ ലൈബ്രറി അളമാര 2 എണ്ണം കാണാനില്ല. ഈ 5 ഗുരുതരമായ അലംഭാവങ്ങൾക്ക് കോർപ്പറേഷന് 5 സ്റ്റാർ പദവി നൽകുകയും പ്രഥമ ഭാരത് അലംഭാവരത്ന പുരസ്കാരത്തിന് നഗരപിതാവ് അർഹനാണെന്ന് അറിയിക്കുന്നതായി സമാന്തര കൌൺസിലിൽ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ജോൺ ഡാനിയൽ, ഉപനേതാവ് EV സുനിൽ രാജ്, ലാലി ജെയിംസ്, K രാമനാഥൻ, ജയപ്രകാശ് പൂവത്തിങ്കൽ, മുകേഷ് കുളപ്പറമ്പിൽ, ശ്യാമള മുരളീധരൻ, മേഫി ഡെൽസൺ, അഡ്വക്കേറ്റ് വില്ലി, നിമ്മി റപ്പായി, സിന്ധു ആൻഡോ, സുനിത വിനു, മേഴ്സി അജി, AK സുരേഷ്, NA ഗോപകുമാർ, ശ്രീലാൽ ശ്രീധരൻ, എബി വർഗീസ്, ലീല വർഗീസ്, ആൻസി ജേക്കബ്, റെജി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നഗരത്തിന്റെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായുള്ള വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാതെ കൌൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായി മേയർ MK വർഗീസ് ആരോപിച്ചു. തൃശൂർ നഗരത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചത് ഈ കൌൺസിലിന് അഭിമാനമാണ്. ഈ വർഷത്തിലെ വേനൽ മഴയിലും കാലവർഷത്തിലും സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും പല വീടുകളിലും വെള്ളം കയറിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഒരു സ്ഥലത്ത് പോലും വെള്ളം കയറിയില്ല എന്നത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം സമയബന്ധിതമായി നടപ്പിലാക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇതോടൊപ്പം ഗാർബേജ് ഫ്രീ സിറ്റി 5 സ്റ്റാർ റേറ്റിംഗിന്റെ അസസ്മെന്റ് ഡിവിഷനുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിന്ന് 5 സ്റ്റാർ റേറ്റിംഗിനെ മത്സരിക്കുന്നതിന് അംഗീകാരം ലഭിച്ച ഏക കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷനാണ്. ഈ അസസ്മെന്റ് അപകീർത്തിപ്പെടുത്തി തടസ്സപ്പെടുത്തുകയും ചെയ്യുകയെന്നത് കോൺഗ്രസിന്റെ അജണ്ടയാണ്. ചരിത്രത്തിലാദ്യമായി മുനിസിപ്പൽ ആക്ട് പ്രകാരം സ്റ്റെബിലിറ്റി ഇല്ലാത്ത സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം പൊളിച്ച് ജനസുരക്ഷ ഉറപ്പുവരുത്തി കോർപ്പറേഷൻ സംസ്ഥാനത്തിന് തന്നെ മാതൃക കാട്ടിക്കഴിഞ്ഞു. സ്റ്റെബിലിറ്റി ഇല്ലാത്ത മറ്റ് നിർമ്മാണങ്ങൾ നിയമാനുസൃതം പൊളിച്ചു കളയുന്നതിനു വേണ്ടിയുള്ള ത്വരിത പ്രവർത്തനത്തിലാണ്. ഈ സാഹചര്യത്തിന് പുറമെ ഇന്നത്തെ കൌൺസിലിൽ ജനോപകാരപ്രദമായ വിവിധ അജണ്ടകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ശുചീകരണ പ്രവർത്തനം ശക്തിപ്പെടുത്തുവാൻ പ്രതിപക്ഷത്തിന്റെ കൂടി ആവശ്യപ്രകാരം 100 കണ്ടീജന്റ് ജീവനക്കാരെ എടുക്കുന്ന നടപടി കൌൺസിലിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നത് കൌൺസിലിന് സഹായിക്കാൻ കഴിയുന്ന കാര്യമല്ല. മറ്റൊന്ന്, കോർപ്പറേഷനിലെ 500ഓളം വരുന്ന താൽക്കാലിക ജീവനക്കാർക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള ശമ്പള വർധനവും ജനം അറിയാതിരിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ്. അതുപോലെ ഒരു ആദിവാസി യുവാവിനെ ജോലി ലഭിക്കുവാനുള്ള അവസരവും തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. വേറെയൊന്ന്, ഏപ്രിലിലെ അതിതീവ്ര മഴയിൽ അയ്യന്തോളിലെ മാരാൽ കോൾപടവ് തകർന്ന് 100 കണക്കിന് ഹെക്ടർ ഭൂമി കൃഷിനാശമായവർക്ക് ആനുകൂല്യം നൽകുന്നത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തൃശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ കേടുവന്നതും കാലാവധി കഴിഞ്ഞതുമായ എല്ലാ വാഹനങ്ങളും ടെൻഡർ ചെയ്ത് വിൽക്കുകയാണ്. ഇത് ഗാർബേജ് ഫ്രീ സിറ്റിയുടെ റേറ്റിംഗിന് ക്ലീൻ സിറ്റിയുടെ ഭാഗമായി വരുന്നതാണ്. ഇതിനേക്കാളൊക്കെ വളരെ ഗൗരവമുള്ള ഒരു അജണ്ടയാണ് തൃശൂർ കോർപ്പറേഷൻ ISO അംഗീകാരം ലഭിക്കുന്നതിന് പൗരാവകാശ രേഖ അംഗീകരിച്ച് പ്രിന്റ് ചെയ്യേണ്ടത്.
ഇതിനെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ഇതിനൊക്കെ പുറമെ കാർഷിക സർവകലാശാലയിൽ നിന്ന് 43.5 സെന്റ് ഭൂമി കോർപ്പറേഷന് ലഭിക്കേണ്ടത് തടസ്സപ്പെടുത്തുകയാണ്. അവസാനമായി തൃശൂർ നഗരത്തിന്റെ വളർച്ചയുടെ ഭാഗമായി 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കുവാനുള്ള അജണ്ടയും ഈ കൌൺസിലിൽ ഉണ്ട്. ഇതെല്ലാം ജനോപകാരപ്രദമായ അജണ്ടകളാണ്. ഇത് കൌൺസിലിൽ ഇരുന്ന് ചർച്ച ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഈ കൌൺസിലിൽ വഴി തൃശൂർ ജനതയ്ക്കുണ്ടാകുന്ന നേട്ടം കൌൺസിലിനെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കൌൺസിലിനകത്ത് ചർച്ചകൾ നടക്കാതിരിക്കുക എന്ന ശ്രമമാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയാവുന്ന BJP കഥയറിയാതെ കോൺഗ്രസിന്റെ ബി ടീമാകുവാൻ ചില ശ്രമങ്ങൾ നടത്തിവരുന്നതും ജനം മനസ്സിലാക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കുന്ന തൃശൂർ പൗരാവലി അവർക്കു വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മേയറുടെയും കൌൺസിലിന്റെയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മേയർ MK വർഗീസ് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം അവസരമൊക്കെ അത് നമ്മൾ ഈ പറഞ്ഞ ജനാധിപത്യ വ്യവസ്ഥയിലായിരിക്കണം. ഇത് നേരെ സീറ്റിൽ ഇരിക്കാതെ നേരെ ഇറങ്ങി വരിക, എന്നിട്ട് എൻ്റെ ഡയസിന്റെ മുകളിൽ കയറി നിൽക്കുക, 2-3 ആൾക്കാർ കയറുക, അജണ്ട വലിച്ചു കയറുക. എന്തൊന്നും മര്യാദ, ഒരു പ്രതിപക്ഷ ബഹുമാനവും മര്യാദയൊക്കെ ഞങ്ങൾ കണ്ടിട്ട് അത് വേണ്ടേ? തൃശ്ശൂർ പട്ടണം ഇപ്പോൾ പഴയതുപോലെയാണ്. നിങ്ങൾ കറങ്ങി നടക്കുന്ന സ്ഥലം തൃശ്ശൂരിനെ നിങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയും. ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തൃശ്ശൂരിൽ വന്ന മാറ്റം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ മാറ്റം അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ വിഷമം. BJP എന്താ ഇങ്ങനെ? ഇത് നാട് നന്നാവണ്ടേ? നമ്മുടെ നാടിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു മാറ്റം പ്രതിപക്ഷ സർക്കാർ തയ്യാറായി. സർക്കാർ ഏതായാലും സൽപ്രവൃത്തികൾ ചെയ്താൽ നാടിന് ഗുണകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയാൽ അവർ പോകുന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഒന്നാണ് അഭിമാനം കൊള്ളാവുന്ന ഒരു വലിയ ഒരു കാര്യമാണ് ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. വെള്ളക്കെട്ട് കേരളത്തിൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മഴ പെയ്തു, വലിയ ശക്തമായ മഴ പെയ്തു. പക്ഷേ തൃശ്ശൂരിൽ ഒരു സ്ഥലത്തും നിങ്ങൾ എവിടെയെങ്കിലും വെള്ളം കയറി കഴിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ മഴക്കാല ശുചീകരണം വളരെ കറക്റ്റായി നടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഗാർബേജ് DFC റാങ്കിങ് നടക്കുന്ന സമയം ദേശീയ തലത്തിൽ ആകെ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു കോർപ്പറേഷൻ തൃശ്ശൂരാണ്. നമ്മൾ ദേശീയ തലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുക. അതിനുവേണ്ടി ഡൽഹിയിൽ നിന്നും ചുമതലപ്പെടുത്തിയവർ എല്ലാ ഡിവിഷനിലും പരിശോധിച്ചുകൊണ്ടിരിക്കുക. ആ പരിശോധന നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് മോശമാണ്. നമുക്ക് റാങ്കിങ്ങിലേക്ക് 5 സ്റ്റാർ റാങ്കിങ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു അവസരമാണ്. എന്താണ് ഈ ഗാർബേജ് ഫ്രീ സിറ്റി എന്ന് പോലും അറിയാത്ത കുറെ പേര് നമ്മുടെ കൗൺസിലിനകത്ത് പ്രതിപക്ഷത്തുണ്ട്. അവർ മനസ്സിലാക്കണം, നാട് നന്നാവാൻ വേണ്ടി ഉള്ള ഈ വക സംരംഭങ്ങളൊക്കെ അംഗീകരിച്ചേക്കും. ഏറ്റവും കൂടുതൽ അംഗീകാരം കേരളത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. നമ്മൾ മത്സരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷന് വേണ്ടിയിട്ടില്ല, കേരള സംസ്ഥാനത്തിൽ നിന്ന് മത്സരിക്കുക. ഇൻഡോറാണ് നമ്മൾ പ്രതീക്ഷിക്കണം. പണ്ട് കാലത്തൊക്കെ ഇൻഡോറിലേക്ക് കാണാൻ പോയിരുന്ന പോലെ പഴയ കൗൺസിലർമാരെ കൂടി ഉണ്ട്. അത് ഇൻഡോറിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ വന്ന് തൃശ്ശൂരിനെ കാണാൻ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമാണ്. എന്താ പ്രതിപക്ഷത്തിന് പരിഹരിച്ചാൽ എന്താ? അതുപോലെ തന്നെ നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുനിസിപ്പൽ ആക്ട് പ്രകാരം ഒരു ബിൽഡിംഗ് പൊളിക്കുന്നത്. അത് മനസ്സിലാക്കണം. സ്വതവേ പതിവ് തൃശ്ശൂർ പൂരം വരും എന്ന് ഞാൻ വന്നതിന് 5 കൊല്ലം നമ്മളെന്താ ചെയ്യുന്നത്? 144 ബിൽഡിങ്ങുകളാണ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ബിൽഡിംഗ് എന്ന് പറയും. അത് കത്തെഴുതി അതിന് കൊടുക്കും, കളക്ടർക്ക് കൊടുക്കും. കളക്ടർ പൂരം കഴിയുന്നതാണ് കൊണ്ടു നടക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ ബുദ്ധിമുട്ട്. വരന്തരപ്പിള്ളിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണാറ കരടിയള സ്വദേശി തെങ്ങലാൽ 41 വയസ്സുള്ള കുഞ്ഞുമോനാണ് അറസ്റ്റിലായത്. ഭാര്യ 36 വയസ്സുള്ള ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. ഭാര്യയോടുള്ള സംശയമാണ് കൊലപാതകത്തിന് പ്രേരണയായതെന്ന് പോലീസ്. വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷന് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ദമ്പതികൾ. കുടുംബ വഴക്കിനെ തുടർന്ന് ദിവ്യയെ നൈലോൺ ചരട് ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയതാണെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. തിങ്കളാഴ്ച രാവിലെ കുഞ്ഞുമോനെ
കുട്ടേലിപ്പാടത്തുള്ള വാടക വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇവരുടെ വീടിന് സമീപത്തുള്ള പാടത്തുള്ള കുളത്തിലേക്കാണ് ദിവ്യയെ കൊലപ്പെടുത്തുവാനായി ഉപയോഗിച്ച ചരട് കുഞ്ഞുമോൻ വലിച്ചെറിഞ്ഞത്. ഇത് ഇയാൾ പോലീസിനെ കാണിച്ചു കൊടുക്കുകയും ചരട് കണ്ടെടുക്കുകയും ചെയ്തു. ചാലക്കുടി ഡിവൈഎസ്പി PC ബിജികുമാറിന്റെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KB മനോജ്, SI-മാരായ അശോക് കുമാർ, പ്രദീപ് കുമാർ, ASI അലീമ, SCPO-മാരായ മുരുകദാസ്, സലീഷ് കുമാർ, സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സംഭവം നടന്നത് ശനിയാഴ്ചയാണെങ്കിലും കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ഞായറാഴ്ച രാവിലെയാണ്. ദിവ്യയുടെ മുഖത്തും കഴുത്തിലുമുള്ള ചില പാടുകൾ പോലീസിനെ സംശയം ജനിപ്പിച്ചു. ദിവ്യയുടെ ബന്ധുക്കൾ ആദ്യം പരാതി ഉന്നയിച്ചെങ്കിലും പോലീസിന്റെ നിഗമനത്തിൽ വീട്ടുകാർക്കും സംശയമുണ്ടാവുകയായിരുന്നു. ഇതോടെ ദിവ്യയുടെ ഭർത്താവ് കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. പക്ഷേ ദിവ്യ മരിച്ച വിവരം അയൽവാസികളോടും മറ്റും ആദ്യം മറച്ചുവെക്കുവാനും കുഞ്ഞുമോൻ ശ്രമിച്ചു. പനിയും അലർജിയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദിവ്യ മരണപ്പെട്ടുവെന്നാണ് ആദ്യഘട്ടത്തിൽ കുഞ്ഞുമോനും ഇതനുസരിച്ച് ബന്ധുക്കളും പറഞ്ഞിരുന്നത്. മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച രാവിലെ ഇവരുടെ വീട്ടിലേക്ക് പോലീസ് എത്തി മൃതദേഹത്തിലെ പാടുകൾ തിരിച്ചറിഞ്ഞതോടെയാണ് കുഞ്ഞുമോന്റെ കഥകൾ പൊളിഞ്ഞു തുടങ്ങിയത്. പോലീസ് ചോദ്യം ചെയ്യലിൽ കുഞ്ഞുമോൻ കഥകൾ മാറ്റി മാറ്റി പറഞ്ഞ് കബളിപ്പിക്കാനാണ് ശ്രമിച്ചെങ്കിലും അവസാനം പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. കുഞ്ഞുമോനും ദിവ്യയ്ക്കും 11 വയസ്സുള്ള ഒരു മകനുണ്ട്. വേലുപ്പാടം വെട്ടിങ്ങപ്പാടം പാറയ്ക്ക ഗംഗാധരന്റെയും ഷീലയുടെയും മകളാണ് മരിച്ച ദിവ്യ. യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഒരാൾ മികച്ച വ്യക്തിയാകുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോഴാണെന്നും അങ്ങനെയുള്ള വ്യക്തികൾ ചേരുമ്പോഴാണ് നല്ല കുടുംബവും നല്ല സമൂഹവും നല്ല രാജ്യവും ഉണ്ടാവുന്നതെന്നും ലക്ഷ്യബോധമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കുവാൻ മികച്ച വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജോസ് വള്ളൂർ പറഞ്ഞു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് നോബിൻ തച്ചേലിക്കര അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിൻസൻ വർഗീസ്, പുത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാവ്യ രഞ്ജിത്ത്, ഒല്ലൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അൽജോ ചാണ്ടി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റിജിൻ നാലുങ്കണ്ടത്തിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ എല്ലാ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VV മുരളീധരനും സംസ്ഥാനത്തെ ക്ഷീരസ്വാതനം പദ്ധതിയിൽ 1ാം സ്ഥാനം നേടിയ മാന്നാമംഗലം ക്ഷീരസംഘത്തിനുള്ള ആദരവ് അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുങ്കാടനും സമ്മാനിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ മികച്ച വ്യക്തിയാകുന്നത് ഉന്നതമായ വിദ്യാഭ്യാസം നേടുമ്പോഴാണ്. അങ്ങനെയുള്ള വ്യക്തികളാണ് നല്ല കുടുംബം സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള നിരവധി കുടുംബങ്ങൾ ചേരുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് അത്തരം സമൂഹങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് സ്വപ്നം കാണുന്ന നല്ല രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നത്. ലക്ഷ്യബോധമുള്ള പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ, ചിന്താശക്തിയുള്ള പ്രതികരണശേഷിയുള്ള ഹൈലി പ്രൊഫഷണലായ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ മികച്ച വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് ഒരു പക്ഷേ പുത്തൂർ പഞ്ചായത്തിലെ അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തിലെ താരങ്ങളായിട്ടാണ് നമ്മുടെ കൊച്ചുപിടുക്കന്മാരും പഠിക്കുകയും മാറിയെങ്കിൽ നാളുകളിൽ ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രതിഭകളായി നിങ്ങൾ ഓരോരുത്തരും മാറണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇവിടെ പുത്തൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ പ്രദേശത്തെ പുത്തൂർ പഞ്ചായത്തിനകത്തുള്ള വിദ്യാഭ്യാസ പ്രതിഭകളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കേവലം ഒരു മൊമെന്റോ നൽകി നിങ്ങളെ ആദരിക്കുമ്പോൾ അതിന് പുറകിൽ ഒരു വലിയ മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്ന് പറയുന്നത് പുതിയ തലമുറ കാര്യങ്ങൾ പഠിക്കാൻ ബാധ്യതപ്പെട്ടവർ, നമുക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഇന്നലെകളിൽ ഈ രാജ്യത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ നമ്മുടെ മുൻ തലമുറക്കാരായ നേതാക്കന്മാരെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകണം. ഒട്ടനവധി സവിശേഷമായ പ്രവർത്തനങ്ങളിലൂടെ
ഐതിഹാസികമായ മുന്നേറ്റങ്ങളിലൂടെ ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെയാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ അവസരമുണ്ടായത് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. CPI AYF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി മാന്നാമംഗലം റൂട്ടിലെ യാത്രക്കാർക്ക് ഭീഷണിയായി നിന്നിരുന്ന വഴിയോരത്തെ പൊന്തക്കാടും മുൾപടർപ്പും നീക്കം ചെയ്തു. AYF മണ്ഡലം കമ്മിറ്റിയുടെ ജൂൺ 5 മുതൽ 11 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. മഴക്കാല പകർച്ചവ്യാധി രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ അനധികൃതമായി വഴിയോരത്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും തള്ളുന്നവർക്കെതിരെ അധികൃതർ നടപടിയെടുക്കണമെന്നും AYF മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുരിക്കുംപാറ മുതൽ കട്ടിംഗ് വരെ നടത്തിയ ശുചീകരണ പരിപാടികൾക്ക് കനിഷ്കൻ വല്ലൂർ, അഖിൽ PS, ഫ്രെഡി ഷാജു, TS മുരളീധരൻ, ശിവരാമൻ TC തുടങ്ങിയവർ നേതൃത്വം നൽകി. സത്യസന്ധതയ്ക്ക് മാറ്റുരച്ച് കളഞ്ഞുകിട്ടിയ സ്വർണ്ണ കൈച്ചെയിൻ തിരിച്ചു നൽകി മാതൃകയായി 7 വയസ്സുകാരി അനിക. കുമ്പളങ്ങാട് ചങ്ങാലി കിഴക്കൂട്ട് അനുരാജിന്റെ ഭാര്യ മാളവികയുടെ കളഞ്ഞുകിട്ടിയ 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ കൈച്ചെയിൻ വഴിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ അനിക വീട്ടിലേൽപ്പിക്കുകയും കുട്ടിയുടെ മാതാപിതാക്കൾ 5ാം വാർഡ് മെമ്പർ AR കൃഷ്ണൻകുട്ടിയെ വിളിച്ച് വിവരമറിയിക്കുകയും ചെയ്തു. മണലിത്തറയിലെ ബന്ധുവീട്ടിലേക്ക് വിരുന്നു വന്ന കുമ്പളങ്ങാട് മാളവിക അനുരാജിന്റെ സ്വർണ്ണ കൈച്ചെയിൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മണലിത്തറയിൽ വെച്ച് നഷ്ടപ്പെടുകയായിരുന്നു. വാർഡ് മെമ്പർ AR കൃഷ്ണൻകുട്ടി, യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ, മണലിത്തറ മുൻ വാർഡ് പ്രസിഡന്റ് ജോഫി ചിറയത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അനികയും പിതാവ് പ്രതീഷും ചേർന്ന് സ്വർണ്ണ ചെയിൻ ഉടമസ്ഥർക്ക് കൈമാറി. അനിക കരുമത്ര ആരോഗ്യമാതാ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളിയിൽ നടന്ന പരിസ്ഥിതി ദിനാചരണത്തിന് ഡേവിസ് തലോക്കാരൻ കശിശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പ്രതിജ്ഞാ ചൊല്ലൽ വിശ്വാസികൾ ഏറ്റുചൊല്ലി. ഓരോ വ്യക്തികളും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുവാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും നമുക്ക് സമൂഹത്തിനോടും പ്രകൃതിയോടും നിരവധി കടപ്പാടുകളുണ്ടെന്നും അവയെല്ലാം നാം കഴിയും വിധം പ്രയോഗത്തിൽ വരുത്തുവാൻ ശ്രമിക്കണമെന്നും വികാരി ഡേവിസ് കശിശ പറഞ്ഞു. ഒല്ലൂക്കര കൃഷിഭവനുമായി സഹകരിച്ച് പച്ചക്കറി തൈകളും വിത്തുകളും സൗജന്യമായി വിതരണം ചെയ്തു. ആഷ്ലിൻ ഷിബു, ബാബു കോനിക്കര തുടങ്ങിയവരും സംസാരിച്ചു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% നേടിയ സ്കൂളുകളെയും YMCA തൃശൂർ സബ് റീജിയനും ഡോപ്പ
അക്കാദമിയും ചേർന്ന് ആദരിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ YMCA തൃശൂർ സബ് റീജിയൻ ജോൺസൺ മാറോക്കി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് PK അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഡോപ്പ അക്കാദമി ഡോക്ടർ AC ജോസ്, ഡോപ്പ CEO ഡോക്ടർ നിയാസ് പാലോത്ത്, ഡയറക്ടർ അഫ്സൽ സഫാൻ തുടങ്ങിയവർ വിവിധ കോഴ്സുകളെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചുമുള്ള കരിയർ ഗൈഡൻസ് നടത്തി. YMCA യൂത്ത് കമ്മീഷൻ ചെയർമാൻ ലിനോ ചാക്കോ, പഴവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, ഹൈസ്കൂൾ YMCA എബ്രോൺ സജി, തൃശൂർ YMCA പ്രസിഡന്റ് ഷാജി ചെറിയാൻ, ലീഡർഷിപ്പ് ട്രെയിനിംഗ് കമ്മിറ്റി ചെയർമാൻ PD മാത്യൂസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വെച്ച് 100% വിജയം നേടിയ 42 സ്കൂളുകളെയും ഉന്നത വിജയം നേടിയ 1800-ലേറെ കുട്ടികളെയും ആദരിച്ചു. തിരുഹൃദയ തിരുനാൾ ആഘോഷത്തോടെ ഊട്ടുതിരുനാൾ ഒരുക്കങ്ങൾ തുടങ്ങി. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് റവറൻ ഫാദർ ജിജു ജോർജ് അറക്കെത്തറ കാർമ്മികത്വം വഹിച്ചു. റവറൻ ഫാദർ ഫ്രാൻസിസ് മോറിസ് വചന പ്രഘോഷണം നടത്തി. തുടർന്ന് ഇടവക വികാരിയും റെക്ടറുമായ റവറൻ ഫാദർ ആന്റണി ചിറ്റിലശ്ശേരി നേർച്ച പായസം ആശീർവദിച്ചു. സഹവികാരിമായ റവറൻ ഫാദർ മിഥിൻ ടൈറ്റസ് പുളിക്കത്തറ, റവറൻ ഫാദർ അനിഷ് ജോസഫ് പുത്തൻ പറമ്പിൽ തുടങ്ങിയവർ നേർച്ച പായസ വിതരണം നടത്തി. ഊട്ടുസദ്യക്കുള്ള മാങ്ങ അരിയൽ തുടങ്ങിയതോടെ 2 ലക്ഷം പേർക്ക് ഒരുക്കുന്ന നേർച്ച ഭക്ഷണത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജൂൺ 10-നാണ് പ്രസിദ്ധമായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ. ജൂൺ 9-ന് 2000-ഓളം തിരുനാൾ പ്രസിദ്ധീന്തിമാരുടെ വാഴ്ചയും പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ഹിന്ദൂസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC ഹിന്ദൂസ് അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി, JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വീണ്ടും വാർത്തയിലേക്ക്. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട ജിഷ്ണുവിനെ തടങ്കലിലാക്കി. 2025 മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിലെ 38 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. ആകെ 95 ഗുണ്ടകളെ കാപ്പ ചുമത്തി 57 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പാപ്പിനിവട്ടം വില്ലേജ് മതിൽമൂലദേശത്ത് പുന്നച്ചാലിൽ വീട്ടിൽ ജിഷ്ണു എന്നയാളെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം ജിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കും. 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഏപ്രിൽ 3-4 തീയതികളിൽ മതിലകത്തുള്ള ജിഷ്ണുവിന്റെ വീട്ടിലും പരിസരത്തും കൊടുങ്ങല്ലൂർ എന്നീ സ്ഥലങ്ങളിലും പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ജിഷ്ണുവിനെ എറണാകുളം ജില്ലയിലെ മുപ്പത്തടുത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിട്ടുള്ളത്. കാപ്പ നിയമലംഘനം നടത്തുന്നതായി അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ളവരെ നിരീക്ഷിച്ചു വരികയാണ്. ജിഷ്ണു നിയമലംഘനം നടത്തിയതായി അറിവായതിനെ തുടർന്ന് മതിലകം ISHO ഷാജി MK അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജിഷ്ണുവിനെ മതിലകം, നെടുപുഴ, മണ്ണുത്തി, ആലപ്പുഴ,
അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനുകളിലായി ഒരു കവർച്ചാ കേസും 2 വധശ്രമ കേസും 2 അടിപിടി കേസും 3 തട്ടിപ്പ് കേസും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിക്കുന്നതിനുള്ള ഒരു കേസും അടക്കം 9 ക്രിമിനൽ കേസുകളുണ്ട്. മെയ് 9-ാം തീയതി പുലർച്ചെ 2 മണിക്ക് മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, ASI-മാരായ സജീഷ്, ഷൈജു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ ദാസ്, ആന്റണി, ദിനേശൻ തുടങ്ങിയവർ എറണാകുളം ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് ജിഷ്ണുവിനെ എറണാകുളം ജില്ലയിലെ മുപ്പത്തടത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. വെറ്റിലപ്പാറ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ജീവനക്കാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. മഴക്കാല പകർച്ചവ്യാധി രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗൃഹസന്ദർശന ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരിക്കെ വെറ്റിലപ്പാറ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ജീവനക്കാരായ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് രേഖാമോൾ, ആശാവർക്കർ ഗ്രിനി എന്നിവരെ ജൂൺ 6-ാം തീയതി ഉച്ചയ്ക്ക് 12:30 പ്രതിയുടെ ചിക്ലായിലുള്ള വീട്ടിലെത്തി പരിശോധിച്ചു വരവെ കുപ്പിയിലുള്ള വെള്ളത്തിൽ കൂത്താടികൾ വളരുവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ പ്രതി ഇവരെ അസഭ്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിന് രേഖാമോളുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മാർട്ടിനെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2023 ഒരു അടിപിടി കേസുണ്ട്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അനിൽ TD, ജിജു, ജോഷി, ASI ഷൈജു തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പൂട്ടിയിട്ട വാതിൽ കുത്തിത്തുറന്ന് മോഷണം നടത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പാലക്കൽ സ്വദേശിനിയുടെ വീട്ടിലെ ബാൽക്കണിയിലുള്ള പൂട്ടിയിട്ട വാതിൽ കുത്തിത്തുറന്ന് മോഷണം നടത്തുവാൻ ശ്രമിച്ചതിനെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ജൂൺ 3-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതിയായ തൃശൂർ കണ്ടാണശ്ശേരി അരിയന്നൂർ സ്വദേശി പണ്ടാറപ്പറമ്പിൽ വീട്ടിൽ ഷനജ് എന്നയാളെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണ ശ്രമം നടന്ന വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷനജിനെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം ഷനജിനെ കോടതിയിൽ ഹാജരാക്കും. ഷനജിനെ നെടുപുഴ, കുന്നംകുളം, പീച്ചി, ഗുരുവായൂർ പോലീസ് സ്റ്റേഷനുകളിലായി മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ചതിനുള്ള 2 കേസുകളും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള 2 കേസുകളും ലഹരിക്കടിമപ്പെട്ട് പൊതുജനശല്യമുണ്ടാക്കിയ ഒരു കേസുമടക്കം 5 ക്രിമിനൽ കേസുകളുണ്ട്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപൻ TP, SCPO-മാരായ സിൻഡ്രി KL, അനീഷ്, അജിത്, CPO സുനിൽകുമാർ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വെള്ളച്ചാട്ടത്തിൽ വീണ യുവാവ് മരിച്ചു. ചെമ്പൂത്ര പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വടൂക്കര സ്വദേശി ഷമീർ മകൻ ഷഹബിനാണ് മരിച്ചത്. പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്ന് കാലുവഴുതി താഴേക്ക് വീഴുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൽ ജൂൺ 7-8 തീയതികളിലായി 9 ഹൈമാസ്റ്റ് വിളക്കുകളുടെ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. മാടക്കത്ര കൃഷിഭവൻ കേര സംരക്ഷണ സേന പ്രവർത്തനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടി കൌൺസിൽ യോഗം പിരിച്ചുവിടുന്ന മേയറുടെ നടപടിയിൽ പ്രതിപക്ഷ പ്രതിഷേധം. നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാതെ കൌൺസിൽ യോഗങ്ങൾ കോൺഗ്രസ് തടസ്സപ്പെടുത്തുകയാണെന്ന് മേയർ. CPI AYF പ്രവർത്തകർ മാന്നാമംഗലം റോഡിലെ വഴിയോരത്തെ കാടുകൾ നീക്കം ചെയ്തു. വരന്തരപ്പിള്ളിയിൽ യുവതിയെ കഴുത്തിൽ ചരട് മുറുക്കി കൊലപ്പെടുത്തിയ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.